കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. അത്യാധുനിക പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ ഒരു വിഭാഗം വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളുമാണ് പ്രതിഷേധവുമായി ഇറങ്ങിയത്. കല്ലുത്താൻ കടവിൽ ന്യൂ പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ പാളയത്ത് പ്രതിഷേധം തുടങ്ങി. പച്ചക്കറി മാർക്കറ്റ് MML റോഡിൽ നിന്ന് മാറ്റുന്നതിനെതിരെ ഒരു വിഭാഗം വ്യാപാരികളും CIT ഒഴികെയുള്ള ചുമട്ടുതൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പുതിയ പച്ചക്കറി മാർക്കറ്റിനെ പിന്തുണച്ച് CITയും പ്രകടനവുമായി എത്തിയതോടെ പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങളെത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് തടഞ്ഞു. പിന്നീട് സമരക്കാരെ അനുനയിപ്പിച്ച് പോലീസ് തിരിച്ചയച്ചു. 100 കണക്കിന് ആളുകളെ സാക്ഷിയാക്കി ന്യൂ പാളയം പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ അഡ്വാൻസായി പറയുക. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അത്യാധുനിക മാർക്കറ്റിനോട് ചേർന്നുള്ള മൾട്ടി ലെവൽ മാർക്കറ്റ് മന്ത്രി MB രാജേഷും മാർക്കറ്റിലെ പച്ചക്കറി സംഭരണ കേന്ദ്രം മന്ത്രി PA മുഹമ്മദ് റിയാസും ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറി മാർക്കറ്റ് മാറ്റി സ്ഥാപിച്ചതോടെ പാളയത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാകുമെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.